നമസ്കാരം. ബി.ജെ.പി. പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒരുത്തനെയും വെറുതെ വിടില്ല, ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല എന്നിപ്പോൾ കർശനമായ ഭാഷയിൽ വളരെ കാഠിന്യത്തോടെ സംസാരിച്ചിരിക്കുന്നു. അതായത് ബി.ജെ.പി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തോൽവി വന്ന ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ബി.ജെ.പിക്കെതിരെ വന്ന വാർത്തയിൽ ക്ഷുഭിതനായി ആണ് കെ സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ ഉള്ള വാർത്തകൾ ചെയ്യുന്നവരെ തല്ലും എന്നും കൊല്ലും എന്നും തട്ടിക്കളയും എന്നും ഒക്കെ പറയുന്ന സുരേന്ദ്രൻ എത്ര അപക്വമായാണ്, എത്ര മോശമായിട്ടാണ് ഒരു പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം ഓർക്കണമെന്നാണ്. തീർച്ചയായും ഇത്തരത്തിൽ തോൽവിയും ജയവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാകുന്നതാണ്, വിമർശനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതെല്ലാം ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം പക്വതയോടെ അതിനെ ഉൾക്കൊള്ളണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് ഇത്തരത്തിൽ സി പി എമ്മിനകത്ത വിഷയങ്ങളും പാർട്ടിയിലെ വിഷയങ്ങളും ഇന്നും സാമൂഹിക മാധ്യമങ്ങൾ നിറയെ ചർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ സി പി എമ്മിലെ പ്രമുഖ നേതാക്കൾ തുടങ്ങി ഇങ്ങേയറ്റത്ത് താഴെ തട്ടിലുള്ളവർ വരെ നിരവധി മാധ്യമ പ്രവർത്തകരെ തല്ലാനേ അവർക്ക് നേരമുണ്ടാവൂ, അവർക്ക് ഇത്തരത്തിൽ പറയാനേ നേരമുണ്ടാവൂ. സുരേന്ദ്രൻ ഇത്തരത്തിൽ ഭീഷണി പറയുമ്പോൾ, ഭീഷണി മാധ്യമങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് തരം താഴ്ന്നു പോകുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹവും ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പാലക്കാട് തോൽവി ഉണ്ടായത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് നടന്ന ഉൾപാർട്ടി രാഷ്ട്രീയമാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പാർട്ടി വേദിയിൽ പറയണം. അദ്ദേഹത്തിന്റെ പാർട്ടി അണികളോട് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി യോഗത്തിൽ, അദ്ദേഹത്തിന്റെ പാർട്ടി വേദിയിൽ പാലക്കാട് കൗൺസിലർമാരാണ് അങ്ങനെ കാണിച്ചെങ്കിൽ അവരോട് അങ്ങനെ പറയണം. ഇങ്ങനെ പറയുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് എതിർത്ത് സംസാരിച്ചതും വളരെ മോശമായി പെരുമാറിയതും നാം ഇവിടെ ഓർക്കും. ഇന്ന് ആ പിണറായിയുടെ ഒരു ചെറിയ നിഴൽ ഇന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കൂട്ടി വായിക്കേണ്ടി വരും. ഏതായാലും സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ടത്, ബി.ജെ.പി. എന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഇന്നിപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ അത് വാർത്ത ചെയ്യും എന്നുള്ളത് തന്നെ. നേരെ തിരിച്ച് നിങ്ങൾക്കൊരു നല്ലൊരു കാര്യം സുരേന്ദ്രൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ബി.ജെ.പി. ചെയ്താൽ അതും ഞങ്ങൾ വാർത്തയാക്കും. സുരേന്ദ്രൻ നിങ്ങളിലൊരു നല്ല വ്യക്തിത്വം ഉണ്ടെങ്കിൽ, നിങ്ങളൊരു നേതാവ് ഉണ്ടെങ്കിൽ അതും സാമൂഹിക മാധ്യമങ്ങൾ തന്നെ വാർത്തയാക്കും. ഏതായാലും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത ചെയ്യുമ്പോൾ ചിലരെങ്കിലും ഈ വാർത്ത കണ്ട് പേടിച്ചതുപോലെയാണ് ചില റിപ്പോർട്ടർമാരൊക്കെ പ്രതികരിച്ചത്. എന്നാൽ അത് മറുത്ത് സംസാരിച്ച റിപ്പോർട്ടർമാരും മാധ്യമപ്രവർത്തകരും എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട് താനും. ഏതായാലും ഇത്തരത്തിൽ വാർത്ത ചെയ്തവരെ തല്ലുമെന്ന് പറയുമ്പോൾ സതീശനെ തല്ലാനേ നേരം ഉണ്ടാകുള്ളൂ, കെ സുധാകരനെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തല്ലാനേ നേരം ഉണ്ടാവുകയുള്ളൂ, സുധാകരനെ തല്ലാനേ നേരം ഉണ്ടാവുകയുള്ളൂ, കെ സുധാകരനെ തല്ലാനേ നേരം ഉണ്ടാവുകയുള്ളൂ, ഗോവിന്ദനെ മാധ്യമപ്രവർത്തകരെ തല്ലാനേ നേരം ഉണ്ടാവുകയുള്ളൂ. എന്തിന് ഇങ്ങേയറ്റം ഇപ്പോൾ ജയിച്ച യുവ എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന് വരെ തല്ലാനേ നേരം ഉണ്ടാവുകയുള്ളൂ. മിസ്റ്റർ സുരേന്ദ്രൻ, നിങ്ങളോട് നമുക്ക് എന്നും, നിങ്ങൾ എന്ന രാഷ്ട്രീയക്കാരനോട്, ബി.ജെ.പിയുടെ യുവ ശബ്ദത്തോട്, മറ്റ് എല്ലാവരെയും വെട്ടി മുന്നേറി ഇതുവരെ എത്തിയ നിങ്ങളോട് നമുക്ക് സ്നേഹവും നിങ്ങളോട് മതിപ്പ് മാത്രമേ ഇന്നും ഉള്ളൂ. ഏതായാലും ഇത് പേടിച്ചിട്ടല്ല പറയുന്നത് എന്നുകൂടി ഓർക്കേണ്ടതാണ്. ഏതായാലും ഇത്തരത്തിൽ പാലക്കാട് കൗൺസിലർമാരോടോ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് ശിവരാജനോടോ, പാലക്കാടത്തെ മുതിർന്ന നേതാവ് ശിവരാജനോടാണോ അങ്ങ് പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഏതായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ ഈ വൈകിയ വേളയിലെങ്കിലും ബി.ജെ.പി. നേതൃത്വം അനുഭാവം പ്രകടിപ്പിച്ചത്, അവരോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചതിൽ കള്ളമില്ല. അവരെ നിങ്ങൾ കൂടെ നിർത്തുമെന്നും കേന്ദ്ര ഏജൻസി കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന അവരുടെ ആവശ്യം നിങ്ങൾ സാധിച്ചു കൊടുക്കും എന്നും CPM എന്ന രാഷ്ട്രീയ പാർട്ടി അവരോട് കാണിച്ച പൊയ്മുഖത്തിന് തിരിച്ചടി അവരുടെ CPMന്റെ മുഖത്ത് തന്നെ സുരേന്ദ്രൻ ഉൾപ്പെട്ട ബി.ജെ.പി. ഘടകം, കേരള ഘടകം ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. ഏതായാലും സുരേന്ദ്രനിൽ തുടങ്ങി സുരേന്ദ്രന്റെ ദേശത്തോടെയുള്ള ഒരുത്തനെയും വിടില്ല എന്ന, ഒരു മാധ്യമപ്രവർത്തനെയും വിടില്ല എന്ന് നാം പറഞ്ഞു തുടങ്ങിയെടുക്കുന്നത് തന്നെ ഇപ്പോൾ നാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സുരേന്ദ്രൻ എന്ന നേതാവിൻ്റെ ലീഡർഷിപ്പ് പദവി ഈ ഒരു കാര്യത്തിന് താങ്കൾ ഉപയോഗിക്കൂ. നവീൻ ബാബു എന്ന മനുഷ്യന്റെ കുടുംബത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും അത്. നന്ദി.
നമസ്കാരം.